Hello everyone, this is Muhammad Alfan. Welcome to just 2 minutes Excel tips. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഡാറ്റ എൻട്രി റെസ്ട്രിക്ഷൻസ്. അതായത് ഇതൊരു പർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള എൻട്രീസ് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം എന്നുള്ള കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആസ് എൻ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ കാണാൻ ചെറിയൊരു ഡാറ്റാബേസ്, റൈറ്റ്? പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ്. അതിലിവിടെ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി കാണാം. ഈ ഒരു ക്വാണ്ടിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന റേഞ്ചിൽ ഞാൻ റെസ്ട്രിക്ഷൻ വെക്കാണ്. അതായത് ക്വാണ്ടിറ്റി 10ൽ കൂടുതൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എക്സൽ അലോ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു അലേർട്ട് മെസ്സേജ് കാണിക്കണം, അല്ലെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കണം. നമുക്കത് എങ്ങനെയാണുള്ളത് നോക്കാം. സോ ഈ ഒരു എക്സിസ്റ്റിംഗ് കേസിൽ ക്വാണ്ടിറ്റി 10 ക്രോസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം റെസ്പെക്റ്റീവ് റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഗോ ടു ഡാറ്റ. ഇവിടെ കാണാൻ ഡാറ്റ ടൂൾസ് എന്ന കാറ്റഗറി, അതിൻ്റെ ഡാറ്റ വാലിഡേഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തു. ഇവിടെ ഫസ്റ്റ് സെറ്റിംഗ്സിൻ്റെ അണ്ടറിൽ തന്നെ ഇവിടെ അലോ എന്നുള്ള സെക്ഷനിൽ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഹോൾ നമ്പറിന് തൊട്ട് താഴെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഡാറ്റ ഇൻ ബിറ്റ്വീൻ എന്നുള്ളത്, റൈറ്റ്? അതായത് മിനിമം മാക്സിമം. എനിക്ക് വേണ്ട മിനിമം 1ഉം മാക്സിമം 10ഉമാണ്. കാരണം 10ൽ കൂടുതൽ ആവരുത്. അഥവാ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അലേർട്ട് മെസ്സേജ് കാണിക്കണം. സോ ഇവിടെ തന്നെ ഏറ്റവും ലാസ്റ്റ് ടാബിൽ കാണാം എറർ അലേർട്ട് എന്നുള്ളത്. സോ ഇവിടെ കാണാം സ്റ്റോപ്പ് വാർണിംഗ് ആൻഡ് ഇൻഫർമേഷൻ. നമുക്ക് വേണമെങ്കിൽ വാർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് കൊടുക്കുക. ഞാൻ സ്റ്റോപ്പാണ് കൊടുക്കുന്നത്. സോ ടൈറ്റിൽ ഇവിടെ കൊടുക്കുന്നു എൻട്രി റെസ്ട്രിക്റ്റഡ്. ശേഷം എറർ മെസ്സേജ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്രോസ്ഡ് 10. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് HP-ൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് 11 കൊടുക്കുന്നു. 11 ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ ഇവിടെ കാണാം എൻട്രി റെസ്ട്രിക്റ്റഡും അതുപോലെ ക്രോസ് 10 എന്നുള്ള മെസ്സേജ് ഇവിടെ പോപ്പ് ചെയ്ത്, റൈറ്റ്? ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്ത് ഉടനെ തന്നെ ഇവിടെ കാണാൻ പറ്റും വീണ്ടും ആ പഴയ ക്വാണ്ടിറ്റിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തത്. ഇനി ഡെല്ല് ഞാൻ 10 ഇൻസേർട്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കാരണം ഇത് അലൗഡാണ്, കാരണം മാക്സിമം 10 ആണല്ലോ. നെക്സ്റ്റ് ലെനോവോ 12. ഓക്കെ, ഇപ്പോൾ ഞാൻ റെസ്ട്രിക്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ സീരീസ് ഓഫ് റേഞ്ച് ആണ്. നമുക്ക് വേണമെങ്കിൽ പർട്ടിക്കുലർ സെൽസ് മാത്രം സെലക്ട് ചെയ്യുക. ശേഷം സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി ഇൻ കേസ് ആ റെസ്ട്രിക്ഷൻസ് കംപ്ലീറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യണം. സോ ആ റെസ്പെക്റ്റീവ് റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ഡാറ്റ വാലിഡേഷൻ. ഇവിടെ കാണാൻ പറ്റും ക്ലിയർ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഓക്കെ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ 13. ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.